പകൽ വാർത്ത ഇന്ന് ആദ്യം കടക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട കൊച്ചിയിലെ ഗുണ്ടാ തലവന്റെ വെളിപ്പെടുത്തലും അതിന്റെ തുടർ വാർത്തകളിലേക്കുമാണ്. പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവ് കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനത്തേക്കും അവിടെ നിന്ന് വിദേശത്തേക്കും കടന്നത് ചില കള്ള പാസ്പോർട്ടുകളടക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അതിന്റെ തെളിവാണെന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കൊച്ചിയിലെ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസ് ഗൾഫിലേക്ക് കടന്നത് വ്യാജ പാസ്പോർട്ടിലാണ്. വ്യാജ ആധാർ കാർഡും വ്യാജ ജനന സർട്ടിഫിക്കറ്റും നൽകിയാണ് പാസ്പോർട്ട് സംഘടിപ്പിച്ചത്. കർണാടകയിലാണ് വ്യാജരേഖകൾ തയ്യാർ. പെരുമ്പാവൂർ അനസിന് ഗൾഫിലും താരപരിവേഷമാണ്. പെരുമ്പാവൂർ അനസ് ഗൾഫിൽ സിനിമാ താരങ്ങൾക്കൊപ്പം ഇൻസ്റ്റാഗ്രാം താരമെന്ന നിലയിലാണ് പെരുമ്പാവൂർ അനസിനെ പരിപാടിയിലേക്ക് വിളിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതൊന്ന് കേൾക്കാം. അനസ് എന്റെ ഒരു ഫ്രണ്ട് താമരശ്ശേരിയുള്ള ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നതാണ്. ആളെ ഞാൻ മീറ്റ് ചെയ്തു. ഒരു സെലിബ്രിറ്റി ലെവല്, നാട്ടിലൊരു പ്രസിദ്ധമായ ഒരാളല്ല. ആ ലെവലിൽ ഞാൻ മീറ്റ് ചെയ്ത് ഇപ്പം കുറെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റയിലൊക്കെ. ഞാൻ ആളെ പരിചയപ്പെടുന്ന തന്നെ ഒരു 2-3 മാസമായിട്ടുള്ളൂ. അതിന് മുന്നേ എനിക്ക് ആളെ തന്നെ അറിയില്ല. ആള് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ എന്റെ ഫോണിലുണ്ട്, മെസ്സേജ് അയച്ചതൊക്കെ ഫ്രണ്ട് ത്രൂ പരിചയപ്പെട്ട് സൗദിയിൽ വെച്ചിട്ടാണ് ഞാൻ ആളെ കാണുന്നത്. ഇത് നാസ്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിൽ ലീഗൽ സർവീസിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ്. ഇതിൽ ശ്വേത മേനോന്, പിന്നെ സ്വാസിക, മാളവിക, മെന്റലിസ്റ്റ് ആദി, വിനയ് ഫോർട്ട്, പിന്നെ യുഎയിലുള്ള പ്രമുഖരായിട്ടുള്ള ഫൈസൽ മലബാർ, അങ്ങനത്തെ പലരും പങ്കെടുത്ത ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു. അനസിന് ഞാൻ അറിയാതെ എങ്ങനെ ഷെയർ വാങ്ങി ഒരു വ്യാജ ഐഡിയിൽ നിന്നും അനസിന്റെ പേരിൽ വ്യാജ ഐഡി ഉണ്ടാക്കിയിട്ട് ഷെയർ വാങ്ങിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഞാൻ ഓൾറെഡി റൈസ് ചെയ്തിട്ടുണ്ട്. യെസ്, ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോം, വലിയ തരത്തിലുള്ള ക്രമക്കേട് നടത്തി ഹിറ്റ് ലിസ്റ്റിലുള്ള വ്യക്തിയാണ് വ്യാജ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്തേക്ക് കടന്നത്. മുമ്പ് നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോഴും ഇതിൽ അവ്യക്തതകൾ നിരവധി ബാക്കി നിൽക്കുകയാണ്. അനസ് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു VIP ആയി പങ്കെടുക്കുന്നത്? ഇതിൽ വ്യക്തത വരുത്താൻ ഈ പ്രവാസി മലയാളിക്കും കഴിയുന്നില്ല. അതിൽ അദ്ദേഹം പങ്കാളിയാണോ, അനസ് പങ്കാളിയാണോ എന്ന ചോദ്യത്തോടും വ്യക്തത വന്നിട്ടില്ല. നിരവധി ദുരൂഹതകൾ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെയല്ലേ ടോം? സജിത്ത്, തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഗുണ്ടാ നേതാവായ പെരുമ്പാവൂർ അനസിനൊപ്പം വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പെരുമ്പാവൂർ അനസ് എന്ന ഒരു അധോലോക നേതാവ്, അതല്ലെങ്കിൽ കൊച്ചിയിലൊരു അധോലോക നേതാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായത്. അതായത് പെരുമ്പാവൂർ അനസ് കൊലപാതകം, വധശ്രമം, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അങ്ങനെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പെരുമ്പാവൂർ അനസ് കൊച്ചി വിട്ടത്. പിന്നീട് തമിഴ്നാട്ടിലും കർണാടകയിലുമായി വിവിധ സ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെ കർണാടകയിൽ നിന്നും വ്യാജരേഖകൾ, വ്യാജ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഉൾപ്പെടെ നിർമ്മിച്ച് അങ്ങനെ വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചാണ് പെരുമ്പാവൂർ അനസ് ഗൾഫിലേക്ക് കടന്നത്, ദുബായിലേക്ക് കടന്നത്. ദുബായിൽ നിന്നുള്ള ദുബായിലെ ഒരു പ്രവാസി വ്യവസായിയുടെ, പ്രവാസി മലയാളിയുടെ, കോഴിക്കോട് സ്വദേശിയായ മുഫ്റ്റിയുടെ പുതിയ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വിവിധ സിനിമാ താരങ്ങൾ ശ്വേത മേനോൻ, മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട്, ഷിയാസ് കരീം ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾക്കൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ പെരുമ്പാവൂർ അനസ് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരാഴ്ച മുൻപാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ താരങ്ങളും പെരുമ്പാവൂർ അനസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഔറംഗസേബ് നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഷിയാസ് കരീമുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. സ്വർണ്ണക്കടത്തിന് വേണ്ടിയാണ് പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് പോയത്. അവിടെ ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബിസിനസ് സംരംഭത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ കോഴിക്കോട് സ്വദേശിയായ പ്രവാസിയോട് ചോദിച്ചു. എന്നാൽ അനസിന് ഈ ബിസിനസ്സിൽ പങ്കില്ല. നാസ്കോ ലീഗൽ എന്ന ഈ ഒരു ലീഗൽ സർവീസ് നടത്തുന്ന ബിസിനസ് സംരംഭവുമായി അനസിന് ബന്ധമില്ല. ഒരു ഇൻസ്റ്റഗ്രാം താരമെന്ന നിലയിലാണ് പെരുമ്പാവൂർ അനസിനെ ആ ചടങ്ങിന് ക്ഷണിച്ചതെന്നാണ് ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള പ്രവാസി വ്യവസായി ന്യൂസ് 18നോട് വിശദീകരിച്ചത്. പക്ഷെ അക്കാര്യത്തിലും ചില അവ്യക്തതകളുണ്ട്. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് അയാൾ താരമാകുന്നത്. അപ്പോൾ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടാണ് അയാളെ ക്ഷണിച്ചത്, ഈ ചടങ്ങിന് ക്ഷണിച്ചതെന്നാണ്. കാരണം നമുക്കറിയാം 1 ലക്ഷത്തോളം
ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പെരുമ്പാവൂർ അനസിനുണ്ട്. ഈ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ, ഗുണ്ടാ നേതാക്കന്മാർക്കിടയിൽ രാജാവ് എന്നൊരു പരിവേഷം, അതല്ലെങ്കിൽ സ്വയം സൃഷ്ടിച്ചെടുത്ത രാജാവ് എന്നൊരു പരിവേഷം പെരുമ്പാവൂർ അനസിനുണ്ട്. ആ പരിവേഷത്തെ വെച്ചുകൊണ്ടാണ് പെരുമ്പാവൂർ അനസ് കൊച്ചിയിൽ ഒരു സാമ്രാജ്യം തന്നെ ഉയർത്തിയത്. അതായത് നേരത്തെ ഭായ് നസീറും മരട് അനീഷും തമ്മനം ഷാജിയൊക്കെ കളം വാണിരുന്ന കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി പെരുമ്പാവൂർ അനസിന്റെ വലിയൊരു ശൃംഖല തന്നെ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. 300ഓളം ചെറുപ്പക്കാർ, പെരുമ്പാവൂർ ആലുവ ഉൾപ്പെടുന്ന മേഖലകളിലെ 300ഓളം ചെറുപ്പക്കാർ പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ സംഘത്തിലുണ്ട് എന്ന കൃത്യമായ വെളിപ്പെടുത്തലാണ് പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ഔറംഗസേബ് തുറന്നു പറഞ്ഞത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട, പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തൽ നടത്തിയത്. അങ്ങനെ പെരുമ്പാവൂർ അനസിന്റെ ഈ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിക്കേണ്ടതാണ്. മാത്രമല്ല സിനിമ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഷിയാസ് കരീമുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം, പരിശോധിക്കണം. ഒരുപക്ഷെ ശ്വേതാമേനോനൊപ്പമുള്ള താരങ്ങൾക്ക് ഈ പെരുമ്പാവൂർ അനസിന്റെ പശ്ചാത്തലം അറിയില്ലായിരിക്കാം. അവർ ആ ചടങ്ങിൽ വെച്ച് മാത്രമായിരിക്കാം പരിചയപ്പെട്ടത്. പക്ഷേ പെരുമ്പാവൂർ അനസിന് അവിടെ ബിസിനസ് ശൃംഖലയുണ്ടോ, മറ്റ് സ്വർണ്ണക്കടത്തിന് വേണ്ടിയാണോ പെരുമ്പാവൂർ അനസ് അവിടെ പോയത്? കേരളത്തിലെ മറ്റ് സ്വർണ്ണ പൊട്ടിക്കൽ കേസുകളിലടക്കം പെരുമ്പാവൂർ അനസിന്റെ കൂടുതൽ പങ്കുകളെ സംബന്ധിച്ചൊക്കെ അന്വേഷണ സംഘം കേരളത്തിലെയും കേന്ദ്രത്തിലെയും വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടതാണ്. അതാണ് ടോം അതിന്റെ സാഹചര്യം. എന്തായാലും കേരളത്തിൽ ഗുണ്ടാ ലിസ്റ്റിലുള്ള നേതാവ് ദുബായിൽ സസുഖം വാഴുകയാണ്, വലിയ ബിസിനസ് ബന്ധങ്ങളുമായി എന്നതാണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം. ഇതിലേക്ക് നമുക്ക് തന്നെ പിന്നീട് വീണ്ടും മടങ്ങിയെത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ വ്യാജ റിക്രൂട്ട്മെന്റ് സംഘത്തിന്റെ കെടിയിൽപ്പെട്ട് റഷ്യൻ സൈന്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇതിന്റെ പേരുണ്ടല്ലേ, ഇതിന്റെ പേര് വെച്ച് ലിസ്റ്റ് ചാൻസ് ആണ്. ഇതിന്റെ ഞാൻ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷനിലെ ലിസ്റ്റ് ചാൻസ് ഏരിയയാണ്. പക്ഷെ നമ്മൾ 5 പറയുമ്പോൾ ഏരിയ ഇല്ലേ, അങ്ങനെയാണ്. അത് ലിസ്റ്റ് ചാൻസ് ആണ്, ലിസ്റ്റ് ചാൻസ് കേട്ടെ. പിന്നെ ഇവിടെ നിൽക്കുന്ന ഏത് രീതിയിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യായിട്ട് പെട്ടെന്നാവട്ടെ കേട്ടാ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ കൺട്രോൾ ആക്കാൻ പറയും. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നമ്മൾ നേരത്തെ ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ തന്നെ ആ പ്രദേശവാസികളുടെ ആശങ്ക നേരിട്ട് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ റഷ്യൻ കോൺസുലേറ്റ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. കേന്ദ്ര സർക്കാരും ചർച്ചയിലാണ് ഇവരെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന അവസ്ഥയിൽ. എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ തരത്തിലുള്ള തൊഴിൽ തട്ടിപ്പ് ഉണ്ടാവുകയും പിന്നീടുണ്ടായ സാഹചര്യവും അതിൻ്റെ വിശദാംശങ്ങൾ അതെങ്ങനെയാണ് ഡാൻ? സജിത്ത്, കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതിയാണ് അഞ്ചുതെങ്ങിൽ നിന്ന്, തിരുവനന്തപുരത്തിന്റെ ആറ്റിങ്ങലിൽ ഉൾപ്പെട്ട അഞ്ചുതെങ്ങിൽ നിന്ന്, തീരമേഖലയാണ് അഞ്ചുതെങ്ങിൽ നിന്ന് 3 യുവാക്കൾ സെക്യൂരിറ്റി സർവീസിൽ ജോലി തേടി റഷ്യയിലേക്ക് എത്തിയത്. മാസം 2 ലക്ഷം രൂപ ശമ്പളം നൽകുമെന്ന വാഗ്ദാനത്തിലായിരുന്നു ഒരു റിക്രൂട്ടിംഗ് ഏജൻസി, തുമ്പ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് എന്നാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. അവർ മുഖേനയാണ് ഇവർ റഷ്യയിലെത്തിയത്. പക്ഷേ റഷ്യയിലെത്തിയതിനു ശേഷം ഇവരുടെ പാസ്പോർട്ടും മറ്റ് ഡോക്യുമെന്റുകളും രേഖകളെല്ലാം പിടിച്ചു വാങ്ങി 2 ആഴ്ച ഒരു ക്യാമ്പിൽ പാർപ്പിച്ചു. അതിനിടയിൽ റഷ്യൻ ഭാഷയിൽ എഴുതിയ ചില രേഖകളിൽ ഇവരെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. അതിനുശേഷം റഷ്യൻ സൈന്യത്തിലേക്ക് നേരിട്ട് ഇവരെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് യുദ്ധഭൂമിയിൽപ്പെട്ട് യുക്രൈൻ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിനിടയിൽ ഈ 3 പേരിൽ പ്രിൻസ് എന്ന അഞ്ചുതെങ്ങ് സ്വദേശിക്ക് മുഖത്ത് വെടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസ് മോസ്കോയിലേക്ക് ചികിത്സയോടനുബന്ധിച്ച് കടന്നു വന്ന് അവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് അഞ്ചുതെങ്ങിലുള്ള കുടുംബാംഗങ്ങൾ ഇങ്ങനെയൊരു അപകടം പ്രിൻസിന് സംഭവിച്ചതായി അറിയുന്നത്. അതുവരെയും അവർ സെക്യൂരിറ്റി ജോലിയിലാണ് എന്നാണ് ഇവർ കരുതിക്കൊണ്ടിരുന്നത്. തുടർന്ന് പ്രിൻസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരും ഒരു കെണിയിൽപ്പെട്ടതാണ്. സെക്യൂരിറ്റി സേവനത്തിന് വേണ്ടിയല്ല അവരെ അവിടെ എത്തിച്ചത്, റഷ്യൻ സൈന്യത്തിന് വേണ്ടി യുദ്ധമുഖത്തേക്കാണ് ഈ 3 പേരും റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എന്ന വിവരം പുറത്തു വന്നത്. അനൗദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഏതാണ്ട് 140ഓളം ഇന്ത്യൻ പൗരന്മാർ സമാനമായ തരത്തിൽ മോസ്കോയിലും ലിസ്റ്റുചെൻസിലുമായി കഴിയുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദ സന്ദേശം പ്രിൻസിനൊപ്പം അവിടെ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശികളായ വിനീത്, ടിനു എന്നിവരുടേതാണ്. ഇതിൽ വിനീതിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ലിസ്റ്റുചെൻസിൽ നിന്ന്, അതായത് ഉക്രൈൻ അതിർത്തിയിലെ ലിസ്റ്റുചെൻസിലാണ് അവസാനമായി ഈ ശബ്ദ സന്ദേശം അയക്കുമ്പോൾ വിനീതും ടിനുവും ഉള്ളത്. അവിടെ നിന്ന് അടിയന്തരമായി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം റഷ്യൻ സൈനിക വേഷത്തിൽ ഇവർ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇവരെ അടിയന്തരമായി അവിടെ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നടക്കുന്നുണ്ട് എന്ന വിവരമാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ് ഈ പൗരന്മാരുടെ മോചനത്തിന് വേണ്ടി. തിരുവനന്തപുരം അഞ്ചുതെങ്ങിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നിന്നുള്ള ചില യുവാക്കളാണ് ഈ തൊഴിൽ തട്ടിപ്പിന് വിധേയരായിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് പ്രിൻസിനെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയുകയാണ് 93 വയസ്സുള്ള മുത്തശ്ശിയും പിന്നെ മാതാപിതാക്കളും.
മുഖത്ത് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും കുടുംബം ന്യൂസ് 18നോട് പറയുന്നു. റഷ്യയിൽ ജോലി വാഗ്ദാനം ലഭിച്ച് തിരുവനന്തപുരം 5 തെങ്ങിൽ നിന്ന് റഷ്യയിലെത്തി ഒടുവിൽ സൈന്യത്തിൽ ചേരേണ്ടി വന്ന് അവിടെ യുക്രൈൻ സൈന്യത്തിന്റെ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രിൻസിന്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് 5 തെങ്ങിലെ പ്രിൻസിന്റെ വീട്. ഇവിടെ പ്രിൻസിന്റെ അച്ഛൻ, അമ്മ, ഒപ്പം തന്നെ വലിയമ്മ, ഈ കുടുംബാംഗങ്ങളുടെ ഏക പ്രതീക്ഷയായിരുന്നു പ്രിൻസ്. ജനുവരി മാസം 3-ാം തീയതിയാണ് അവർ 5 തെങ്ങിൽ നിന്ന് റഷ്യയിലേക്ക് ജോലി തേടിപ്പോയത്. വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം. കാരണം ഇത്രയധികം ദിവസമായിട്ടും എപ്പോൾ പ്രിൻസിന് ഇവിടേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. പ്രിൻസിന്റെ അച്ഛൻ സെബാസ്റ്റ്യൻ, അമ്മ നിർമ്മല നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? അവിടെ നിന്ന് കിട്ടിയ ഇത് 1 മാസം കഴിഞ്ഞ് അവൻ്റെ മോൻ്റെ ഇത് കമാൻഡർ ഒപ്പ് കൊടുത്ത് 1 മാസത്തേക്ക് റെസ്റ്റ് കൊടുത്ത് ഇപ്പോഴും മോസ്കോ സിറ്റിയിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന്. ഈ ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? ആരോഗ്യം ഇപ്പോഴും അവൻ്റെ ഇങ്ങനെ ഇത് ചെവിക്കാണോ പരിക്കേറ്റ്? ചെവിക്ക് മൊത്തം അവയവത്തും കാലിലും ചെവിക്കും എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരിക്കേറ്റ്. എന്നാലും മൊത്തം ഇങ്ങനെ അവൻ്റെ മൊത്തം ഇതായില്ല. അപ്പൊ എപ്പോ വരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടോ? ഉറപ്പ് പാസ്പോർട്ടൊക്കെ ഇരിക്കുന്ന ക്യാമ്പിലാണ്. പിന്നെ പാസ്പോർട്ട് കിട്ടാതെ ഇവർക്ക് നാട്ടിൽ വരാൻ പറ്റൂല. പാസ്പോർട്ട് കിട്ടിയാലേ നാട്ടിൽ വരാൻ പറ്റും. പ്രിൻസിന്റെ കൂടെ ഇപ്പൊ ഇവിടെ നിന്ന് പോയ 3 പേരായിരുന്നു ഉള്ളത്. വിനീത്, അതോടൊപ്പം തന്നെ പ്രിൻസ്, മറ്റൊരാൾ കൂടി ടിനു. അപ്പൊ പ്രിൻസിനൊപ്പം ഉള്ളത് ആരാണ്? പ്രിൻസിനൊപ്പം മോസ്കോയിൽ ഒറ്റയ്ക്കാണ് പ്രിൻസ് എന്ന് പറയുന്നത്. അവന്റെ പരിക്കിന്റെ ശേഷം 2 ആഴ്ച ഈ പരിക്ക് പറ്റിയതിന്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അനിയന്റെ അടുത്തൊരു ചെറു നമ്പർ അറിയാനുള്ളതുകൊണ്ട് വേറൊരു വ്യക്തിയുടെ ഹെൽപ്പ് ചെയ്തിട്ട് മൊബൈൽ കൊടുത്താന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത്. പറ്റിപ്പില്ലാണ് ഞങ്ങൾ പിന്നെ സെക്യൂരിറ്റി ജോലിക്കെല്ലാം കൊണ്ടുപോയത്. ഞങ്ങളിപ്പോൾ യുദ്ധത്തിലാണ് കൊണ്ടുപോയത്. ഞാനിപ്പോൾ അവിടെ അതിലാണ് നിൽക്കുന്നത്. അവർ 2 പേരും മധ്യത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ 3 പേരും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിച്ചാണ്. മക്കൾക്ക് ആഹാരം പോലെയല്ല. എൻ്റെ മക്കൾ 2 ഫ്രണ്ടിലും സവാളിലാണ് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ മകൾ തന്നെ പറ്റിപ്പിച്ച പ്രിയനെ, തുമ്പെ സ്വദേശി പ്രിയനാണ്. അതിൻ്റെ മെയിനാണ് അലക്സ്, സന്തോഷമാണ്. അവനാണ് ഇത്രയും വലിയ കബളിപ്പിച്ച് ചെയ്തത്. ഇപ്പോഴും വെള്ളമില്ല. ഇനിയിപ്പോൾ ഈ എൻ്റെ പ്രിൻസ് എന്ന് പറഞ്ഞ മകൻ്റെ ഗൾഫിൽ ചെയ്യുന്ന വേറൊരാളാണ്. വേറൊരു വഴിമാർഗമില്ല, ആളുടെ ആഗ്രഹമില്ല നമുക്ക്. ഇനിയിപ്പോൾ 10 ദിവസങ്ങളിൽ എൻ്റെ മോനെ തിരിച്ചു കൊണ്ട് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവർ 3 പേരും സഞ്ചരിച്ചിട്ട് അവരെ എത്രയും വേണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഇവിടെ വന്നായിരുന്നു. അദ്ദേഹം അടക്കം വിദേശകാര്യ വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. നമ്മുടെ വികാരിക്കടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് മുരളീധരൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതിനൊരു നടപടി എടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുന്നുണ്ടോ? ഫോണിൽ പരിക്ക് ആയതിന്റെ ശേഷം അനിയനെ വിളിക്കുന്നുണ്ട്. നല്ലോണം അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മോന്റെ വിളിക്കാനുള്ള വിറ്റേഷൻ മോന്റെ ഒരു ചെവിക്ക് എവിടെയാണ് ഇത് വെടിയേറ്റത്. അതിന്റെ ചെവിക്കേൽവ് ഒത്തിരി കുറവാണെന്ന് പറഞ്ഞു. പിന്നെ കാലിലും അവയങ്ങളിലെല്ലാം മോന്റെ ബോംബപകടമാണ്. കേൾവിക്കാണ് ഈ ബുദ്ധിമുട്ടുന്നത്. ഇത് നടന്നതിന്റെ ശേഷമാണ് മോന്റെ ഇങ്ങനെ. മറ്റത് ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ബോംബ് അവിടെ അടുത്ത് കാലിലും ഇവിടെയൊക്കെ പരിക്കിലാണ് മോൻ കിടക്കുന്നത്. എന്തായാലും ഈ പ്രിൻസിന്റെ വല്യമ്മയാണ് അകത്തിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അമ്മയെ കൂടി ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് മകൻ വിദേശത്തേക്ക് ഒരു മികച്ച ജോലി തേടി പ്രിൻസ് പോയത്. ആ അമ്മയ്ക്കും ആ വിഷമം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൊണ്ട് തള്ളിട്ട് തന്നാ മതി മോനെ. ഞാൻ ചാവുന്നുമ്പോ എന്റെ മോനെ കൊണ്ടുവന്ന് കാക്കി തന്നാ മാത്രം മതി മോനെ. അമ്മയ്ക്ക് എത്ര വയസ്സായി? 93 വയസ്സായി. എന്തായാലും ഈ 93 വയസ്സുള്ള ഈ പ്രിൻസിന്റെ വലിയമ്മ, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി പ്രിൻസിനെ വളർത്തിക്കൊണ്ടുവന്ന നിർമ്മല, സെബാസ്റ്റ്യൻ, അവരുടെ ഇളയ ഒരു മകൻ, ഈ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും പ്രിൻസിലായിരുന്നു. പ്രിൻസ് റഷ്യയിലെത്തി നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന ആ ശമ്പളം കൊണ്ട് ഈ വീട് ഇച്ചിരൂടെ വികസിപ്പിക്കാം, മോടി കൂട്ടാം എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. 2 ലക്ഷം രൂപ ശമ്പളം നൽകുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ഈ ഏജന്റ് ഇവിടെ നിന്ന് പ്രിൻസ് ഉൾപ്പെടെ 3 പേരെ 5 തെങ്ങിൽ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. ഈ തേങ്ങലിന് മുന്നിൽ അധികാരികളുടെ ശ്രദ്ധ പതിയട്ടെ, കൃത്യമായ ഇടപെടലുണ്ടാകട്ടെ. 5 തെങ്ങിൽ നിന്ന് ഇതുവരെ
ഇങ്ങനെയൊരു ദുരിതത്തിന്റെ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്തരത്തിൽ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരെയും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന അധികാരികളുടെ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഈ 3 കുടുംബങ്ങളും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കുടുംബത്തിൽ നിന്നുള്ള കാഴ്ച. ടിനുവിൻ്റെ കുടുംബത്തിലും വ്യത്യസ്തമല്ല സ്ഥിതി. ടിനുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തെ അല്ലലില്ലാതെ പോറ്റിയിരുന്നത് ഈ 25-കാരനാണ്. പക്ഷേ മകനെ ഇനി എന്ന് കാണാനാകുമെന്നറിയാതെ ഉള്ളുനീറുന്ന വേദനയാണ് മാതാവ് ന്യൂസ് 18നോട് പങ്കുവച്ചത്. റഷ്യയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശിയായ ടിനുവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ടിനു 25 വയസ്സുകാരനാണ്. കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് പ്രിൻസിനും വിനീതിനുമൊപ്പം ടിനുവും റഷ്യയിലേക്ക് പോയത്. സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിലായിരുന്നു അവർ വിദേശത്ത് എത്തിയത്, റഷ്യയിൽ എത്തിയത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ടിനുവിൻ്റെ അമ്മ നമ്മോടൊപ്പം ചേരുന്നു. എപ്പോഴാണ് ടിനു അവസാനമായിട്ട് വിളിച്ചത്, നിങ്ങളോട് സംസാരിച്ചത്? ജനുവരി 29-ാം തീയതി വരെ വിളിച്ചിരുന്നു, വീഡിയോ കോളൊക്കെ ചെയ്യാം. അതിനുശേഷം ഇതുവരെയ്ക്ക് വിളയില്ല, ഒന്നുമില്ല. അവിടുത്തെ സാഹചര്യം എന്താണെന്നാണ് അറിയാൻ കഴിയുന്നത്? അവിടുത്തെ മോൻ വിളിച്ചാലല്ലേ എന്തെങ്കിലും ആണെന്ന് പറയും, എൻ്റെ അടുത്ത് പറയുള്ളൂ. എന്നാൽ ഇതുവരെയ്ക്ക് മോൻ വിളിക്കുന്നില്ല. മോക്ക് മാത്രം മെസ്സേജ്, ഒരു മെസ്സേജ് എന്തരം ആർക്ക് മൊബൈൽ മേടിച്ച് മെസ്സേജ് മാത്രം എന്തരം അയച്ചെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കിതുവരെയ്ക്കും മോൻ വിളിച്ചിട്ടില്ല. അപ്പം എന്താണ് ഇപ്പം അവർ പറയുന്നത്? എന്താണ് ഇവരെ തിരികെ എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ? തിരികെ എത്തിക്കാന്നാണ് മിനിയാന്നൊക്കെ നിന്ന് മുരളീധരൻ സാറ് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് തന്നെ മക്കളെ കൊണ്ട് എത്തിക്കാന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? എന്ത് ജോലിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഇവിടുന്ന് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മോളെ കടം മേടിച്ചാണ് കെട്ടിച്ചയച്ചത്. അന്ന് എൻ്റെ ഭർത്താവ് മരിച്ച് 3 വർഷമായി. അവൻ്റെ ഒരു സഹായം മാത്രമേ വീട്ടിലുള്ളൂ, വേറെ സഹായം ഇല്ല. അവനെ നമ്പിയാണ് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോളും ഉള്ളത്. വേറെ ആരും ഇല്ല ഇവിടെ. എന്ത് ജോലി എന്നായിരുന്നു അവിടെ? ഇവിടുന്ന് പറഞ്ഞോണ്ട് സെക്യൂരിറ്റി ജോലി എന്നാണ് പറഞ്ഞത്. സെക്യൂരിറ്റി ജോലി പാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അന്ന് അവിടെ പോയി എന്തൊരു ജോലി. പിന്നെ പ്രിൻസിന്റെ വെടിയിട്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരെ ചിത്രത്തിലേക്ക് കൊണ്ടുപോയെന്ന്. പ്രിൻസ് പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരെ മോനെയും കൂടെ കൊണ്ടുപോയെന്ന്. എന്തായാലും സെക്യൂരിറ്റി ജോലിക്ക് എന്ന പേരിൽ റഷ്യയിൽ എത്തിയ ശേഷം പിന്നീട് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. ഇവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്ന ഉറപ്പ് ഈ കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ടിനുവിന്റെ കുടുംബം. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തൊഴിൽ തട്ടിപ്പിനിരയായ കുടുംബത്തിലെ ഈ യുവാക്കൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരികെ വരാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വീറുട്ട പോരാട്ടം നടക്കുന്ന ഇടമാണ് തൃശൂർ. തർക്കമില്ല അക്കാര്യത്തിൽ. കാരണം തൃശൂരിൽ പലതരത്തിലുള്ള മാറുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം നിൽക്കുകയാണ് തൃശൂരിൻ്റെ പൊതുചിത്രവും. ഈ തൃശൂരാണിന്ന് വിശദമായി തന്നെ ന്യൂസ് 18 സംഘം പരിശോധിക്കുന്നത്. തൃശൂരിൻ്റെ രാഷ്ട്രീയം അറിയാനാണ് ശ്രമിക്കുന്നത്. ന്യൂസ് 18 സംഘടിപ്പിക്കുന്ന മെഗാ ഷോ, ഗോധ എന്ന പേരുള്ള മെഗാ ഷോയും ഇന്ന് വൈകിട്ട് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും തൃശൂരിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കൊപ്പവും ഇന്ന് ന്യൂസ് 18 സംഘവും ഉണ്ടായിരുന്നു. കരുവന്നൂർ തട്ടിപ്പ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണെന്നാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിൻ്റെ നിലപാട്. തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. പാർട്ടി ആരെയും സംരക്ഷിക്കില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. പ്രളയകാലത്ത് മോദി എവിടെയായിരുന്നുവെന്നും VS സുനിൽകുമാർ ചോദിക്കുന്നു. ശ്രീ സുനിൽകുമാർ, ഇത് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരങ്ങളുടെ ഒരു നാടാണ്. ആ പൂരങ്ങളുടെ ഒരു നാട്ടിൽ എനിക്ക് തോന്നുന്നു 3 മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പൂരങ്ങളിലെ കൊമ്പന്മാരുടെ വിശേഷങ്ങളൊക്കെ ആണല്ലോ തൃശ്ശൂരുകാർക്ക് വലിയ പ്രിയം. അതിനിപ്പോൾ പുതിയ കാലത്ത് അതിനെ കൊമ്പനെ മാത്രമായി പിടിയെ മാത്രമായി വിശേഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞാലും കൊമ്പൻ എന്നുള്ള പൂരത്തിന്റെ അർത്ഥത്തിലെടുത്താൽ അങ്ങനത്തെ 3 പ്രധാന സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത് 3 മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ താങ്കൾ ആരെയാണ് മുഖ്യ എതിരാളിയെ, ഏത് മുന്നണിയാണ് മുഖ്യ എതിരാളിയെ കാണുന്നത്? അല്ല, ഇവിടെ UDF തന്നെയാണ്
ഇവിടെ UDF തന്നെയാണ് മുഖ്യ എതിരാളിയായിട്ട് വരുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ UDF 1-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണത്തെ ഇലക്ഷനിൽ LDF 1-ാം സ്ഥാനത്തും UDF 2-ാം സ്ഥാനത്തും വരും. പക്ഷേ ഇവിടെ നേരത്തെ വരെയും കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് വരെയും ഏകദേശം 1 ലക്ഷം വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങനെ BJPക്ക് ഒരു വലിയ വോട്ടിംഗ് വീതമുള്ള ഒരു മണ്ഡലമായിരുന്നില്ല തൃശ്ശൂർ. തിരുവനന്തപുരമൊക്കെ ആയിരുന്നു അങ്ങനെ 2-ാം സ്ഥാനത്ത് വരുന്നത്. പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞ തവണയാണ് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത്. എനിക്ക് തോന്നുന്നു BJP ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ മണ്ഡലം. നരേന്ദ്രമോദി തന്നെ 2 തവണ വരുന്നു. ആ തരത്തിലേക്കുള്ള പ്രചരണം നടത്തുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയം ഈ BJP രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ല, അത് കഴിഞ്ഞ വർഷം ഉണ്ടായല്ലോ. അതിനേക്കാൾ വലിയ ഒരു മാറ്റമൊന്നും ഇത്തവണ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടാവില്ല. തവണ 3-ാം സ്ഥാനം തന്നെ ആയിരിക്കും BJP. ഉറപ്പാണ്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. എന്താവും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയാകുക? ദേശീയ തലത്തിലുള്ള വിഷയങ്ങളിനകത്ത് അതെന്താവും? അതായത് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ പ്രധാനമായിട്ട് ദേശീയ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യണം. 3-ാം സ്ഥാനത്ത് BJP ആവുമെന്ന് പറയുന്നതിന് BJPക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചോദിക്കാൻ കഴിയുക? എന്താണ് BJP ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? BJP സർക്കാർ 10 കൊല്ലമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ എന്താണ് മാറ്റം വരുത്തിയത്? ഇപ്പോൾ ഡീസൽ വില 50 രൂപയ്ക്കൊന്ന് BJP പറഞ്ഞു. ഇപ്പോൾ അവരതിനെപ്പറ്റി മിണ്ടുന്നുണ്ടോ? വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ പറയുന്നത് ക്ഷേത്രങ്ങളെപ്പറ്റിയും വിശ്വാസങ്ങളെ പറ്റിയാണ്. അത് നിൽക്കട്ടെ. നമ്മുടെ വിശ്വാസങ്ങളും മറ്റും സംരക്ഷിക്കാൻ എല്ലാവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ. ഡീസലിൻ്റെ വില എത്രയാണിപ്പോൾ? അത് ചർച്ച ചെയ്യണ്ടേ? പെട്രോളിൻ്റെ വില ഇപ്പം എത്രയാണ്? BJP അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു വില? ഇപ്പം എത്രയാണ് വില? BJP അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് നൽകിയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്യാരണ്ടിയുടെ കാലമാണല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദി ഗ്യാരണ്ടി കൊടുക്കുന്ന കാലമല്ലേ? അപ്പോൾ 2014 പറഞ്ഞ ഗ്യാരണ്ടി എന്തായിരുന്നു? കുക്കിംഗ് ഗ്യാസിൻ്റെ വില ഞങ്ങൾ കുറയ്ക്കും, നിങ്ങളുടെ സബ്സിഡി എന്ത് ചെയ്യും, അക്കൗണ്ടിലേക്ക് വരും. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. നരേന്ദ്രമോദി അന്ന് പറഞ്ഞ ഗ്യാരണ്ടി നിങ്ങളുടെ വീട്ടിൽ നടപ്പാക്കിയിട്ടുണ്ടോ? അന്ന് 472 രൂപയായിരുന്നു ഒരു കുറ്റി ഗ്യാസിൻ്റെ വില. ഇപ്പോൾ എത്രയാണ് വില? ആ വില ഇപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പ് 100 രൂപ കുറച്ചു എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ്? വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ? അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, BJP പറഞ്ഞൊരു കാര്യം എന്താണ്? അവർ യാതൊരു അഴിമതിയില്ലാത്ത പാർട്ടിയാണെന്നാണ് അല്ലേ? ഇപ്പം എന്താണ് സ്ഥിതി? ഇലക്ട്രൽ ബോണ്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് BJPക്ക് എന്തിനു വേണ്ടിയിട്ടാണ് 10,000 കോടി രൂപ ഈ വൻകിട കോർപ്പറേറ്റുകൾ ബോണ്ട് വഴി കൊടുത്തിരിക്കുന്നത്? ഇപ്പം DLF എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്കെതിരായി അത് സോണിയാഗാന്ധിയുടെ മരുമകൻ്റെ കമ്പനിയാണ്. അതിന് കോൺഗ്രസും മറുപടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ചുട്ടുതല്ലുന്ന നേരത്ത് രണ്ടാളും ഒന്നിക്കുന്നു പറയുന്ന പോലെയുള്ള പരിപാടിയാണിത്. അപ്പോൾ DLFനെതിരെ കേസ് വന്നു, ഗുരുതരമായ അഴിമതി ആരോപണം വന്നു. 170 കോടി രൂപ DLF ബോണ്ട് കൊടുത്തപ്പോൾ അഴിമതി പോയി, അവർക്കെതിരെ കേസില്ല. മഹാരാഷ്ട്രയിലെ BJP നേതാവ് അജിത് പവാറിനെതിരെ 1000 കോടിയുടെ ആരോപണം വന്നു. അത് BJP പോയി ചേർന്നപ്പോൾ ആരോപണം പോയി. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ കാര്യം? എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ? പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ പോകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അവർ അഴിമതി നടത്തുക, അവരെതിർക്കുന്നവരെ അവർ ജയിലിലടക്കുകയും ചെയ്യുക. ഇതെന്ത് ജനാധിപത്യമാണ്? അതാണ് VS സുനിൽകുമാർ പറയുന്ന രാഷ്ട്രീയം. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ വിമർശിച്ചുകൊണ്ടാണ് VS സുനിൽകുമാർ നിലപാടെടുത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉന്നയിക്കുന്നത് മറ്റൊരു വിഷയമാണ്. വികസന ചർച്ച ഇല്ലാതാക്കാൻ വ്യക്തി അധിഷ്ഠിത ആരോപണങ്ങൾ തൃശ്ശൂരിൽ ഉന്നയിക്കുന്നു എന്നതാണ് സുരേഷ് ഗോപി ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നതായും സുരേഷ് ഗോപി ന്യൂസ് 18നോട് പറഞ്ഞു. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രാവിലെ പള്ളിയിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ 2 വാക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് 2019 തെരഞ്ഞെടുപ്പ് പ്രചരണവും 2024 വരുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ, എന്താണ് ഒരു ആത്മവിശ്വാസം? അന്ന് ഒരു പകരക്കാരനായി വന്നു, അതും അവസാനം ഒരു 15-14 ദിവസമുള്ളപ്പോൾ മാത്രമാണ് ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചത്.
അപ്പോൾ ഒരു ഭയങ്കര ഹാഷ് ക്യാമ്പയിൻ ഡ്രൈവിൽ പോകേണ്ടി വന്നു. അപ്പം അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റൂടെ 19 ശേഷം 5 വർഷം ഞാൻ ഇവിടെ തന്നെ നിന്ന് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇവിടെ മാത്രമല്ല കേരളത്തിലാകമാനം, അപ്പോൾ അതിൻ്റെ ഒരു പഠനം അവർക്ക് കിട്ടിയതിൻ്റെ ബലമാണ് 24-ൽ എനിക്ക് അധികമായിട്ട് ഉള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ പല രാഷ്ട്രീയ എതിരാളികൾക്ക് പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ആകുന്ന സ്ഥാനം സുരേഷ് ഗോപി ആകുന്നത് എന്തുകൊണ്ടായിരിക്കും? വ്യക്തിപരമായി അതൊന്നും ഞാൻ നോക്കാറില്ല. അതൊക്കെ അവരുടെ ആവശ്യം, എനിക്കത് പ്രശ്നമല്ല. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെന്നുള്ളതാണ് പറഞ്ഞു. എനിക്കത് പ്രശ്നമേ അല്ല, അതെന്റെ നോട്ടവുമല്ല. അവരങ്ങനെ പലതും പറയും, അതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അത് എന്നെ സംബന്ധിക്കുന്നതല്ല. അതിന്റെ മുന്നിലോ പിന്നിലോ അവരുടെയൊക്കെ തന്നെ നാമം അങ്ങ് ചേർത്താണ്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. അതിനുശേഷം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. കരുവന്നൂർ കാര്യമായി തന്നെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അവര് ആ കാശ് എല്ലാവർക്കും കൊടുത്താൽ മതി. അതിനാണോ മുഖ്യമന്ത്രി വന്ന? കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കുക മുഴുവൻ കാശും. അതുപോലെ തന്നെ മാവേലിക്കര ബാങ്കിലാണ് ഞാൻ ആദ്യം സമരം ചെയ്തത് 2021. അന്ന് അതിനകത്ത് ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കംപ്ലൈന്റിന്റെ പുറത്താണ് പോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്ന 200-300 കേസുകൾ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ആ സ്ത്രീക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടി, പണം മുഴുവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം അവരുടെ വയ്യാത്ത അമ്മ അവിടെ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞ് കാശില്ല, ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകന് ഗോവൻ ചെന്നിത്തലയെ വിളിച്ചു പറഞ്ഞു, കോടതിയിൽ പോയി ക്വാർട്ടർലക്ഷ്യ കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പൈസ ആവശ്യമുള്ളവർക്ക് അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് സുരേഷ് ഗോപി പറയുന്നത്. വ്യക്തികളല്ല, അതേസമയം രാഷ്ട്രീയമാണ് തൃശ്ശൂരിൽ ചർച്ചയാവുന്നത് എന്നതാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ നിലപാട്. കരുണാകരൻ്റെ മക്കളാരും തൃശ്ശൂരിൽ നിന്നും വിജയിക്കില്ല എന്ന ആക്ഷേപത്തിന് ഇത്തവണ പരിഹാരമുണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനാണ്. മുരളിയുടെ നമസ്കാരം. ഇപ്പോൾ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം അതിന്റെ അവസാന ഭാഗത്തിലെത്തിയെന്നാണ് അറിയുന്നത്, അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഒരു ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായി, ഇനിയിപ്പോൾ 2ാം ഘട്ടം തുടങ്ങുക. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. വിജയ പ്രതീക്ഷ നന്നായിട്ടുണ്ട്. നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല. ഈ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട്, സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് അങ്ങയുടെ തൃശ്ശൂരിലെ ഒരു എൻട്രി വിലയിരുത്തിയിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ UDFന്റെ താഴെ തട്ട് മുതലേക്ക് പ്രവർത്തിക്കുക. എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDF നേതൃത്വവും താഴെ തട്ടിലൊക്കെ പ്രവർത്തനം. ഇത് മുൻവിധികൾ പലതും ഉണ്ടായിരുന്നു. കെ കരുണാകരന്റെ മക്കൾ തൃശ്ശൂരിൽ ജയിക്കില്ല എന്നുള്ള പ്രചാരണം ഒരു വശം നടക്കും. അത് ഇത്തവണത്തോടെ ആ പ്രചരണം അവസാനിക്കും. അത് അവസാനിപ്പിക്കും തീർച്ചയായിട്ടും. അത് ജനങ്ങൾ തവണ കോൺഗ്രസിന്റെയും UDFന്റെയും ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിജയം തവണ തൃശ്ശൂരുണ്ടാവും. മറ്റ് രീതിയിലുള്ള എല്ലാ പ്രചരണങ്ങളും അത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണങ്ങളാണ്. അത് ഇനി ഈ മണ്ണിൽ ചെലവാവില്ല. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ തൃശ്ശൂരിൽ മുഖ്യ പ്രചരണ വിഷയമാക്കിയെടുത്തിട്ടുള്ളത്? അല്ല, ഇന്ത്യയിൽ കോൺഗ്രസ് വരേണ്ടതിന്റെ അനിവാര്യത. BJPയെ നേരിടാൻ ശക്തിയുള്ള ഏക പാർട്ടി കോൺഗ്രസ്സാണ് ഇന്ത്യ രാജ്യത്ത്. ഇടതുപക്ഷം രണ്ട് വെള്ളത്തിലും ചവിട്ടുകയാണ്. ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുക. മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം, ബംഗാളിൽ സഖ്യം, ത്രിപുരയിൽ സഖ്യം, രാജസ്ഥാനിലും സഖ്യം. അങ്ങനെയുള്ള പാർട്ടിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ദേശീയ നയമില്ല. ദേശീയ നയമില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അനിവാര്യത. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മുഖ്യ പ്രചരണം. ഈ CAA വിഷയത്തിൽ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാണ് അവരുടെ പ്രചാരണത്തിന് മുൻകൈ എടുത്ത് നടത്തുന്നത്. എങ്ങനെ കാണുന്നു ഈ കേസുകൾ? അന്ന് സമരം ചെയ്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് പിൻവലിച്ചില്ല. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കാനും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങാനും ഉള്ള ഒരു എന്താ പറയേണ്ടത്, 2 വെള്ളത്തിലും കാലിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കറിയാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. കെ മുരളീധരൻ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം തന്നെയാണ് ഇടതുമുന്നണിയും ഏറ്റെടുക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കണ്ണൂരിൽ ഇന്ന് ബഹുജന റാലി നടക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുക.
കോഴിക്കോടും കാഞ്ഞങ്ങാടും നടന്ന റാലിയിൽ കേന്ദ്രത്തിനും കോൺഗ്രസിനുമെതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ BJP ചോദ്യം ചെയ്യുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രചാരണം സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വച്ചിട്ടുള്ളതാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചതിനു ശേഷമാണ് CAA കേസുകൾ പിൻവലിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ സർക്കാർ നടപടിയെ വിമർശിക്കുകയാണ് BJP. ഇത്തരമൊരു നീക്കം ചരിത്രത്തിലാദ്യമായിട്ടാണ്. ബില്ലുകൾ പരിഗണിക്കുന്നതിൽ ഇതിനു മുമ്പും കാലതാമസമുണ്ടായിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണി എതിർത്തിരുന്നു. കേരളത്തിൽ ആദിവാസി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവരാണ് CPMകാരെന്നും വി മുരളീധരൻ വിമർശിച്ചു. വീണ്ടും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ BJPയെ തോൽപ്പിക്കാനല്ല CPM മത്സരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് CPM മത്സരിക്കുന്നത്. സുപ്രീം കോടതിയിൽ സംസ്ഥാനം നൽകിയിരിക്കുന്ന കേസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും സതീശൻ വിമർശിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളിൽ ഷാഫി പറമ്പിൽ അനുകൂലികൾക്ക് മാത്രം DCC ഭാരവാഹി പട്ടികയിൽ ഇടം നൽകിയതിനെ എതിർത്ത് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നു. അസംതൃപ്തരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ AICC നേതൃത്വത്തിന് പരാതി നൽകി. തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനാണ് പരാതിക്കാർക്ക് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനും നേതാക്കളെ വിലക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയും നേരത്തെ വലിയ വിവാദത്തിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടിയിൽ സ്ഥാനങ്ങൾ നൽകിയപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം പരിഗണിച്ചു എന്നതാണ് ഇവരുടെ പരാതി. കേരളം മാത്രമല്ല, കേന്ദ്രത്തിനെതിരെ കർണാടകയും സുപ്രീം കോടതിയിൽ പോവുകയാണ്. കടുത്ത വരൾച്ച അനുഭവിക്കുന്ന സംസ്ഥാനത്തിന് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ആവർത്തിച്ച ആവശ്യം ഉന്നയിച്ചിട്ടും കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതിനാൽ കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിലപാട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലിരിക്കെ ആദ്യ ഉത്തരവിറക്കി അരവിന്ദ് കെജ്രിവാൾ. ജലവകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് കെജ്രിവാൾ പുറത്തിറക്കിയത്. जो इतनी विकट परिस्थिति में जब उनको गिरफ्तार कर लिया गया है, उनको कैद कर लिया गया है, जब उनको पता नहीं है कि वो जेल से बाहर कब आएंगे, कौन ऐसा व्यक्ति है जो अपने बारे में ना सोचकर दिल्ली वालों के बारे में सोच रहा है? कौन ऐसा व्यक्ति है जो अपनी इतनी बड़ी तकलीफ के बारे में ना सोचकर दिल्ली वालों की छोटी छोटी पानी और सीवर से जुड़ी समस्याओं के बारे में सोच रहा है? ऐसा व्यक्ति सिर्फ अरविंद केजरीवाल ही हो सकता है, क्योंकि अरविंद केजरीवाल अपने आप को सिर्फ दिल्ली का मुख्यमंत्री नहीं मानते हैं, वो दिल्ली के 2 करोड़ लोगों को अपना परिवार मानते हैं. അതേസമയം കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം BJP ഉന്നയിക്കുമ്പോൾ അറസ്റ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി. രാകേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാകേഷ്, പഞ്ചാബിലും മുഖ്യമന്ത്രിക്കെതിരെ BJP നീക്കം നടത്തുന്നു, സമാന അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ ഈ തരത്തിലൊന്നും രാജിവെക്കാൻ താൻ തയ്യാറല്ല എന്ന നിലപാടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്നും സ്വീകരിക്കുന്നത്. എന്താണ് ദേശീയ തലത്തിലുള്ള ഈ വിഷയത്തിലുള്ള സാഹചര്യം? സജിത്ത്, ജയിലിലിരുന്ന് ഭരിക്കും എന്നായിരുന്നു ED കസ്റ്റഡി എടുത്തപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണം. ഏതായാലും ED കസ്റ്റഡിയിലാണ് ഇപ്പോൾ കെജ്രിവാൾ ഉള്ളത്. ED കസ്റ്റഡിയിൽ ഇരുന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കെജ്രിവാൾ. അതായത് വിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാണ്
കേജ്രിവാൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് അതിഷി മെർലേന. ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിലാണ് അതിഷി ആ കത്ത് വായിക്കുകയായിരുന്നു. അതായത് ഇന്നലെ രാത്രി തന്നെ ഉത്തരവ് തനിക്ക് ലഭിച്ചു. അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഡൽഹിയിലെ ചില മേഖലകളിൽ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, ഒപ്പം തന്നെ അഴുക്കുചാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കത്തിൽ കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കടുത്ത വേനലിലേക്ക് കടക്കുകയാണ് ഉത്തരേന്ത്യ. പല ഭാഗങ്ങളിലും കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കാനായി ടാങ്കർ സൗകര്യം ഏർപ്പെടുത്തണം. ഇതിനായി ചീഫ് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകണമെന്നാണ് ഈ കത്തിൽ പറയുന്നത്. അങ്ങനെ ജയിലിലിരുന്ന് വലിയ വിഷമതകൾ നേരിടുമ്പോൾ പോലും ഡൽഹി നിവാസികളുടെ കാര്യങ്ങൾ എത്ര ശ്രദ്ധാലുവാണ് കേജ്രിവാൾ എന്നാണ് വാർത്താ സമ്മേളനത്തിൽ അതിഷി സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതായാലും ഈ അറസ്റ്റിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ആം ആദ്മി പാർട്ടി. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഇന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ ഏതായാലും അല്പം മുമ്പ് ഇന്ത്യ സഖ്യമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതായത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് പുറമെ ഡൽഹി PCC അധ്യക്ഷനായ അരവിന്ദർ സിംഗ് ലൗലിയും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ മാസം 31-ന് രാംലീല മൈതാനിയിൽ ഒരു ബഹുജന റാലി സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മറുവശത്ത് BJPയും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതായത് കേജ്രിവാളിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല, ധാർമ്മികമായ അവകാശമില്ല, അതുകൊണ്ട് തന്നെ രാജിവെക്കണം എന്നൊരാവശ്യം BJPയും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രക്ഷുബ്ധമാണ് ഡൽഹി രാഷ്ട്രീയം. സജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിലെ മദ്യനയ കേസിൽ ഇപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റ്, അത് പഞ്ചാബിലും സമാനമായ നീക്കം BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി മദ്യനയത്തിന്റെ ചുവട് പിടിച്ചാണ് പഞ്ചാബിലും ആം ആദ്മി സർക്കാർ മദ്യനയം നടപ്പാക്കിയത്. അപ്പോൾ ഡൽഹിയിലെത്തി കേജ്രിവാൾ, ഒപ്പം തന്നെ മനീഷ് സിസോദിയ തുടങ്ങിയവരുമായി പഞ്ചാബ് ധനമന്ത്രി അടക്കമുള്ളവർ ചർച്ച നടത്തിയിരുന്നു. അവിടെയും അഴിമതി നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു ഇന്നലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി പഞ്ചാബിലെ BJP നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. EDക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യമാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും സമാനമായ നീക്കം പഞ്ചാബിലും BJP നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. സജിത്, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ ഐക്യം ആയുധമാക്കുന്നു എന്നതാണ് ദേശീയ തലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിലെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഒരു അപകട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കരുനാഗപ്പള്ളി തഴവയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വളാലിൽ സംസ്ഥാനത്തെ ചില മറ്റ് രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരുമ്പോൾ സത്യഭാമ CPM അംഗമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സത്യഭാമയുടെ BJP അംഗത്വം സംബന്ധിച്ച ചോദ്യത്തോടാണ് സുരേന്ദ്രൻ്റെ ഈ പ്രതികരണം. താൻ സംസ്ഥാന അധ്യക്ഷനായ ശേഷം സത്യഭാമ BJP അംഗമല്ല, 2019 താനല്ല പ്രസിഡന്റ് എന്നുമാണ് സുരേന്ദ്രൻ ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം. മറ്റൊരു വാർത്ത നോക്കുമ്പോൾ മംഗല്യ മഹോത്സവത്തിന് ഒരുങ്ങുകയാണ് തിരുവനന്തപുരത്തെ പൗർണമിക്കാവ്. സംസ്ഥാനത്തെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത 216 യുവതീ യുവാക്കൾക്കാണ് മംഗല്യഭാഗ്യം ഒരുക്കുന്നത്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ഓം ശക്തി ചാരിറ്റബിൾ ട്രസ്റ്റും തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനിയും സംയുക്തമായാണ് വനമക്കൾക്ക് മാംഗല്യമൊരുക്കുന്നത്. നാളെ രാവിലെ 12 മണിയോടുകൂടി പൗർണമിക്കാവ് ക്ഷേത്ര സന്നിധിയിലാണ് ചടങ്ങുകൾ നടക്കുക. പൗർണമിക്കാവ് ദേവി ക്ഷേത്ര ട്രസ്റ്റും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം 25-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുകയാണ്. ചരിത്രത്തിൽ ഇടം പ്രഥമമായി നടക്കുന്ന ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹത്തിന് ലോകപ്രശസ്തമായ ഒരു അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രീയവും ജാതിയും മതവുമൊക്കെ മറന്ന് നാനാജാതി മതസ്ഥർ ഈ വലിയ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ഇടുക്കിയിലെ ആദിവാസികൾ സത്യമംഗലം, കുമ്മളി, അട്ടപ്പാടി, അകളി ദേശത്തെ ധാരാളം ഗോത്രവർഗക്കാരുടെ ആചാരപ്രകാരം അവരുടെ ഗോത്ര മൂപ്പനോടൊപ്പം ഞായറാഴ്ച വൈകിട്ട് 4:30 പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ വന്നെത്തുന്ന ആദിവാസികൾ 25-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ഈ വലിയ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം എന്നറിയിക്കുന്നു. അട്ടപ്പാടി, കൂമൻകൊള്ളി, സത്യമംഗലം, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 216 വധൂവരന്മാർ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച ശേഷം സംഘമായാണ് പൗർണമിക്കാവിൽ എത്തിച്ചേരുക. മംഗല്യ മഹോത്സവത്തിന്റെ ഭാഗമായി
2 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാമഹ ത്രിപുരസുന്ദരി ഹോമവും പൗർണമിക്കാവിലെ യാഗശാലയിൽ നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരോത്സവത്തിന് സമാപനമായി. ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും പൂരം കുളിപ്പിച്ചു. ഭക്തിനിർഭരമായ ആറാട്ട് ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. ദേശാധിപതിമാരായ ദേവീദേവന്മാർ പൂരം കുളിച്ചു മാടം കയറുന്നതോടെയാണ് വടക്കൻ കേരളത്തിലെ പൂരോത്സവത്തിന് സമാപനമാകുന്നത്. വാദ്യഘോഷങ്ങളും പരിവാരങ്ങളുമായാണ് ദേവനെയും തിരുവായുധങ്ങളെയും ആറാട്ടിന് ആനയിക്കുന്നത്. പൂരം കുളിക്കാനായി പോകുന്ന ദേവനെ വഴിനീളെ ഭക്തർ തൊഴുകൈകളുമായി കാത്തിരിക്കും. കാസർഗോഡ് ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രത്തിലെ പൂരംകുളി ഏറെ പ്രശസ്തമാണ്. 2 ആറാട്ടുകളും കളിയാട്ടവും ഉൾപ്പെടെ 1 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പൂരോത്സവമാണ് ഇവിടെ നടക്കാറുള്ളത്. പൂരക്കടവിലെ ആറാട്ടും പൂരംകുളിയും കഴിഞ്ഞാൽ പൂരക്കഞ്ഞി കഴിച്ച് ഭക്തർ വീടുകളിലേക്ക് മടങ്ങും. പൂവിട്ട് പൂജിച്ച കാമനെ വൈകുന്നേരം യാത്രയാക്കുന്നതോടെ വീടുകളിലും തറവാടുകളിലും പൂരോത്സവത്തിന് സമാപനമാകും. ന്യൂസ് 18 ചെറുവത്തൂർ. ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കുർബാനയോടനുബന്ധിച്ച് കുരുത്തോല പ്രദക്ഷിണം നടന്നു. മനുഷ്യ വന്യജീവി സംഘർഷം പരാമർശിച്ച സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്കാണ് പരിഗണനയെന്നത് സന്ദേശത്തിൽ വിമർശിച്ചു. സമൂഹത്തിന് ഉചിതമായവരെ തെരഞ്ഞെടുക്കണമെന്നതായിരുന്നു രാഷ്ട്രീയം പരാമർശിച്ചുള്ള കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഓശാന സന്ദേശം. വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും കുരുത്തോല പ്രദർശനത്തിന്റെ ഭാഗമായി. ഇനിയുള്ള ഒരാഴ്ചക്കാലം ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ്. ഓശാന ദിനത്തിൽ കുരുത്തോലകളുമായി വിശ്വാസി സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും നിറഞ്ഞു. വയനാട് നടവയൽ ഹോളി ക്രോസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് ചില നിലപാടുകൾ കാണുമ്പോൾ തോന്നുന്നതായി ആർച്ച് ബിഷപ്പ് വിമർശിച്ചു. കുടിയേറ്റക്കാർ കാട്ടുകള്ളന്മാർ അല്ലെന്നും നാട്ടിൽ പൊന്നു വിളയിച്ചവരാണെന്നും ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പറഞ്ഞു. ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാഷ്ട്രീയം പരോക്ഷമായി പരാമർശിച്ചായിരുന്നു കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഓശാന തിരുനാൾ സന്ദേശം. സമൂഹത്തിന് ഉചിതമായവരെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ കർദിനാൾ ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയുടെ പേര് സന്ദേശത്തിൽ പരാമർശിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാവയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും വിവിധയിടങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു.
വാർത്തകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ക്രൈസ്തവരെ സംബന്ധിച്ച് വിശുദ്ധ വാരമാണ് കടന്നു പോകുന്നത്. തീർത്ഥാടനത്തിൻ്റെ പ്രശസ്തിയായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ആരാധനാലയങ്ങളെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഓശാന ഞായറോടനുബന്ധിച്ച് എല്ലാ ആരാധനാലയങ്ങളിലും സ്ഥാനാർത്ഥികളുടെ അടക്കം വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിനിടയിൽ നടക്കുന്ന ഓശാന ഞായർ തിരുനാൾ എന്നത് എല്ലാവരെയും സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരെ കൂടുതൽ പേരെ നേരിട്ട് ഒന്നിച്ച് ഒരിടത്തെത്തുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി കൂടി ഇന്നത്തെ ഓശാന ഞായർ ദിനങ്ങൾ മാറി. ഇനി സ്വർണ്ണവിളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6085, പവന് 48,680. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5100, പവന് 40,800. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോഗ്രാമിന് 79,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർ നീക്കങ്ങളുമാണ്. തൊട്ടുമുമ്പ് രാകേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യം ശക്തമാക്കുന്നതിന് ഇടവയ്ക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. ഇതുവരെ ആം ആദ്മി പാർട്ടിയാണ് പ്രതിഷേധ പരിപാടികളുമായി രംഗത്തു വന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഇന്ത്യ സഖ്യം തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും ഈ ഡൽഹിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയായി അത് മാറുന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുകുകയാണ്. നിരവധി വിവാദ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം തുടർ വാർത്തകൾ വരുന്ന ബുള്ളറ്റിനുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പകൽ വാർത്ത ഇന്നിവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.